യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈശോ തൻ്റെ ദൗത്യം തുടങ്ങുന്നത് തന്നെ മാമോദീസയിലൂടെയാണ്. ഈ തിരുവചനം സോറാന് ഗ്രാമത്തിൽ പ്രഘോഷിക്കുവാൻ പോയ ഞങ്ങൾക്കും പലവട്ടം വെള്ളത്തിലിറങ്ങി നനഞ്ഞ് കയറേണ്ടി വന്നു. സോറാന് ഗ്രാമത്തിലെത്തണമെങ്കിൽ വെള്ളത്തിലൂടെയോ വള്ളത്തിലൂടെയോ പ്രവേശിക്കണം. ജനുവരി 2-ാം ഞായറാഴ്ച ഈശോയുടെ മാമോദീസ തിരുനാളായിരുന്നു. പിറ്റേ ദിവസമാണ് ചിരിബീഹി നദിയുടെ അക്കരയിലുള്ള സോറാന് ഗ്രാമം സന്ദർശിക്കുവാൻ ഒരുങ്ങിയിരുന്നത്. ഈശോ അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ 23ാമത്തെ ഗ്രാമപ്പള്ളിയായി സോറാന് ഗ്രാമം ജന്മമെടുക്കും. ഞങ്ങളുടെ അങ്കിലിമാസുവ പള്ളിക്കാരാണ് ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നത്. വർഷക്കാലമായതുകൊണ്ട് നദി കടക്കാൻ വഞ്ചി ഒരുക്കിയെങ്കിലും വഞ്ചിയിലെത്തിപ്പെടാൻ 1.5 മണിക്കൂർ ചെളിയിലും വെള്ളത്തിലൂടുമായി നടക്കേണ്ടി വന്നു. അന്നത്തെ സുവിശേഷ ഭാഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതുപോലെ യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇത് ഞങ്ങൾ സോറാനുവിൽ പ്രഘോഷിക്കേണ്ട തിരുവചനങ്ങളാണ്. അതിനുശേഷം 4 മുക്കുവന്മാരെ തൻ്റെ കൂടെ വരുവാൻ ഈശോ ക്ഷണിക്കുന്ന ഭാഗമാണ് നാം കാണുക. വഞ്ചി തുഴയാനും വന്ന ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് വഴികാട്ടികളായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരല്ല, എന്നിട്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനിരുന്നു. ഇത്തവണത്തെ യാത്രയിൽ പതിവില്ലാത്ത വിധം കാറ്റഗിസ്റ്റിൻ്റെ നായയും ഞങ്ങൾക്ക് കൂട്ടായി എത്തി. വെള്ളവും ചെളിയും ഒന്നും അവന് പ്രശ്നമായിരുന്നില്ല. താൻ തമ്പുരാനായി കരുതുന്ന യജമാനന്റെ പിന്നാലെ പരാതിയില്ലാതെ വ്യവസ്ഥകളില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ആ നായ മനുഷ്യരെക്കാൾ വിശ്വസ്തനാണെന്ന് വിളിച്ചറിയിക്കുന്നു. നമ്മളിൽ വലിയ വിശ്വാസമുള്ളവരായി കരുതപ്പെടുന്ന പലർക്കും ഒരു നായയുടെ വിശ്വസ്തത പോലും അവകാശപ്പെടാൻ കഴിയില്ല. ലക്ഷ്യത്തെക്കുറിച്ച് അറിയാമെങ്കിലും വഴിയിൽ തർക്കിച്ചു നിൽക്കുന്നവരാണ് നാം. ഇവിടെ നമ്മെ ക്ഷണിച്ച് കാത്തിരിക്കുന്ന തമ്പുരാനുണ്ട്. പക്ഷെ ചിലർ അകത്ത് കയറുന്നില്ല, കുടുംബനാഥനെ കാണുന്നില്ല, ഭക്ഷണത്തിനിരിക്കുന്നില്ല. അവർക്ക് തമ്പുരാനേക്കാൾ വലുത് സാപത്താണ്. അവർക്ക് വിഷയം വഴിയിൽ കാണുന്നതാണ്. അവർ വഴിയിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നു, വഴിയരികിലെ അലങ്കാരങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നു. വീട്ടിൽ കയറാൻ വരുന്നവരെ വട്ടം ചുറ്റിക്കുകയും വൈകിപ്പിക്കുകയും സ്വയം കയറാതെ ജീവിതം പാഴാക്കുകയും ചെയ്യുന്നു. പുൽക്കൂട്ടിലെ പട്ടിയെ പോലെ പുല്ല് തിന്നുകയുമില്ല, തിന്നുന്നവരെ തീറ്റിക്കുകയുമില്ല. ഇവർ തീർച്ചയായും ഈശോ പറഞ്ഞ മാമോദീസ മുങ്ങേണ്ടിയിരിക്കുന്നു. അവർ മാത്രമല്ല നമ്മൾ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.